ഓക്കെ സാർ, പക്ഷേ അതിന് വിജയ് സാറിനെ അസിസ്റ്റ് ചെയ്യാനല്ലേ എന്നോട് പറഞ്ഞേ. പക്ഷെ സാറിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. വിജയനെ മാത്രം നീ അസിസ്റ്റ് ചെയ്യുള്ളോ? ശിവ സംശയത്തോടെ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ ചോദിച്ചു എന്നുള്ളോ. നാളെ 10 മണിക്ക് ഞാൻ സാറിൻ്റെ ഓഫീസിലേക്ക് എത്തിക്കോളാം. കറക്റ്റ് സമയത്ത് എത്തിയെന്ന് നിനക്ക് കൊള്ളാം, ശിവ വാണിങ്ങോട് പറഞ്ഞു. അത് കേട്ടതും പാർവണ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഇയാളുടെ വിചാരാന്നാ വല്ലാത്ത പട്ടിഷ ഇറക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണോ? എൻ്റെ പന്നി സ്വഭാവമൊക്കെ അറിയില്ല. നീ പാർവണയെ വഴക്കൊല്ലം പറഞ്ഞിരുന്നോ? ദേവ സംശയത്തോടെ ചോദിച്ചു. ഞാനോ? ഇല്ലല്ലോ. എൻ്റെ അല്ല, അവള് നിന്റെ ക്യാബിനിൽ നിന്ന് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ഇറങ്ങിപ്പോണുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ദേവേട്ടനോട് നീ അധികം സംസാരിക്കാനോ ഇടപെടാനോ നിൽക്കരുത്. അങ്ങനെ എങ്ങാനും കണ്ട എൻ്റെ കയ്യായിരിക്കും അതിനുള്ള മറുപടി തരണേ. ഡി, നീ ആരടി ഇതൊക്കെ പറയാൻ? അതൊരു അലർച്ചയായിരുന്നു. ആ ശബ്ദം കേട്ട് അപ്പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് ശിവയും ദേവിയും വരഞ്ഞെട്ടി. ഞങ്ങൾ ലോ ക്ലാസ് ആയിരിക്കാം എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ ആൾക്കാരെ കറക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നിന്റെ കൈ എന്തോ മറുപടി പറയുന്നു. ഈ വക വർത്താനം ഇനി ഞാൻ ഇവളോട് പറയാനങ്ങനെ നിന്നു നിന്റെ പല്ലടിച്ച് കൊഴിക്കും ഞാൻ. മുഖത്ത് കുറെ പുട്ടി അടിച്ച് ലിപ്സ്റ്റിക് ഇട്ട് നടന്ന എല്ലാം തികയില്ല. അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള പണച്ചാക്കളുടെ വിചാരം കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞെന്നാ.